അപ്പോൾ ഇന്ന് നമുക്ക് മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇതിഹാസമാണ് മഹാഭാരതം എന്ന് പറയുന്നത്. അപ്പോൾ മഹാഭാരതത്തിന് പറയുന്ന മറ്റൊരു പേര് ജയസംഹിത. ജയസംഹിത എന്നറിയപ്പെടുന്നത് ഏതാണ്? മഹാഭാരതമാണ്. മഹാഭാരതത്തിൽ 18 പർവ്വങ്ങളുണ്ട്. മഹാഭാരതത്തിൽ 18 പർവ്വങ്ങളുണ്ട്. ഈ 18 പർവ്വങ്ങളിലെ ഏറ്റവും വലിയ പർവ്വം ശാന്തി പർവ്വവും ഏറ്റവും ചെറുത് ദ്രോണപർവവുമാണ്. 18 പർവ്വങ്ങളിലെ ഏറ്റവും വലിയ പർവ്വം ശാന്തി പർവ്വവും ഏറ്റവും ചെറുത് ദ്രോണപർവവുമാണ്. അപ്പോൾ മഹാഭാരതത്തിലെ 6ാമത്തെ പർവ്വമായിട്ട് വരുന്നതാണ് ഭീഷ്മപർവം. അപ്പോൾ ഭീഷ്മപർവത്തിലാണ് ഭഗവത്ഗീത വരുന്നത്. ഭഗവത്ഗീത ഏത് പർവ്വത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭീഷ്മപർവത്തിലാണ്. ഭീഷ്മപർവം 6ാമത്തെ പർവ്വമാണ്. അതുപോലെ തന്നെ മഹാഭാരതം രചിച്ചത് ആരാണ്? മഹാഭാരതം രചിച്ചത് വ്യാസ മഹർഷിയാണ്. വ്യാസനാണ് മഹാഭാരതം രചിച്ചത്. അതുപോലെ മഹാഭാരതവുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് 5ാമത്തെ വേദം. 5ാമത്തെ വേദം എന്നറിയപ്പെടുന്നതാണ് മഹാഭാരതം. മഹാഭാരതം തമിഴിലേക്ക് തർജ്ജമ ചെയ്തത് പെരുന്തേവനാറാണ്. മഹാഭാരതം തമിഴിലേക്ക് തർജ്ജമ ചെയ്തത് പെരുന്തേവനാറാണ്. അതുപോലെ മഹാഭാരതത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഓർമ്മ വരുന്ന ഒരു കൃതിയുണ്ട്. ഭീമൻ പ്രധാന കഥാപാത്രമായ ഒരു കൃതിയുണ്ട്, രണ്ടാമൂഴം. രണ്ടാമൂഴത്തിലെ പ്രധാന കഥാപാത്രം ഭീമനാണ്. ആരുടെയാണ് രണ്ടാമൂഴം? MT വാസുദേവൻ നായരുടെയാണ് രണ്ടാമൂഴം എന്ന് പറയുന്ന കൃതി. അപ്പോൾ അതുപോലെ തന്നെ ഭീമൻ പ്രധാന കഥാപാത്രമായ കൃതി രണ്ടാമൂഴവും അതുപോലെ കർണൻ പ്രധാന കഥാപാത്രമായ ഒരു കൃതിയാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. ഈ ബുക്ക് രചിച്ചത് ആരാണ്? PK ബാലകൃഷ്ണനാണ്. PK ബാലകൃഷ്ണൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് നമുക്ക് ചെറിയ ഷോർട്സ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു പോവാം. അപ്പോൾ എന്തായാലും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.